ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ ഹായ്, ഞാൻ ഭാവന സന്ദീപ്. ഇന്ന് ഭാവന സ്വീറ്റ് ടേബിളിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പലർക്കൊക്കെ അറിയായിരിക്കും അത്. എന്നാൽ എൻ്റെ സ്റ്റൈലിൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയിൽ ഒരു ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് കുക്കിംഗ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരു കുഞ്ഞ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി. അതേപോലെ കോൺ എടുത്തിട്ടുണ്ട്. കോണും ഒരു 2 ടേബിൾ സ്പൂൺ കോൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ ഗ്രീൻ പീസിൻ്റെ എടുത്തിട്ടുണ്ട്, ഫ്രഷാണ്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. കൂടാതെ ഇന്ന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നുറുക്ക് ഗോതമ്പാണ്. ഞാൻ നമ്മുടെ സാധാരണ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. അത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉപ്പുമാവ് തയ്യാറാക്കാൻ പോകുന്നത്. തയ്യാറാക്കി എടുത്തത് ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിലെ അളവിനാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അത് ഒരു 6-7 ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. എന്നിട്ട് ആ വെള്ളം സ്റ്റിർ ചെയ്ത് കളഞ്ഞതിന് ശേഷം തണുക്കാൻ അനുവദിക്കുക. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പശവശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് ഈ പാൻ ഒന്ന് ഇതിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവാള നമുക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ശകലം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ കടുകിൻ്റെ രുചി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആദ്യം കടുക് വറുത്ത് സവാള മൂപ്പിക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സവാള ഞാൻ ഒരു മീഡിയം തീയിലിട്ടുകൊണ്ട് നമുക്കൊരു 3 മിനിറ്റൊക്കെ നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഒന്ന് കുറയ്ക്കുകയാണ്. തീ കുറച്ചതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇടാൻ പോണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടെ പച്ചമുളക് ഇട്ടിരിക്കുന്നു. ഓക്കെ, ഇതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ക്യാപ്സിക്കം, കോൺ, ബാക്കിയുള്ള നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. ഓക്കെ, വെജിറ്റബിൾസ് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നുറുക്ക് ഗോതമ്പ് ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. ഈ സമയത്ത് നമ്മൾ വെജിറ്റബിൾസിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് ഇളക്കുകയാണ്. ഈ ഇരിക്കുന്ന വെജിറ്റബിൾസിലേക്കും ആ ഉപ്പിൻ്റെ രുചിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. നന്നായി വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റാം. നന്നായി നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് പാകത്തിനായിട്ടുണ്ട്. എല്ലാ രുചിയൊക്കെ പിടിച്ച് നന്നായി ഓക്കെ, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് നമ്മുടെ വെജിറ്റബിൾസിനകത്തേക്കിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഉള്ള വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പോകുന്നത് വരെയും ഡ്രൈ ആകുന്നത് വരെയും നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്, പരുവത്തിനായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും വെജിറ്റബിൾസും നുറുക്ക് ഗോതമ്പും ഒക്കെ മിക്സായി വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ,
ഓക്കെ, എനിക്ക് വേണ്ട പരുവത്തിന് ഉപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് തീ ഓഫ് ചെയ്യണം. ശേഷം നന്നായിട്ടായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉപ്പുമാവ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം 4 മണിക്ക് ചായയുടെ കൂടെയും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം കളർഫുള്ളാണല്ലോ, വിട്ടിരിക്കുവാണ്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസിലൂടെ വിവരങ്ങൾ അറിയിക്കാം. ഇമ്പ്രൂവ്മെൻ്റ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതും അറിയിക്കാം. അപ്പോൾ ഭാവനാസ് ഫുഡ് ടേബിൾ ഇതുവരെയും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്യാം. പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരും. താങ്ക്